പെൺപ്രവാസം അധികമൊന്നും ഇവിടെ എഴുതപ്പെടാതെ പോയ ഒന്നാണ്. ആൺചരിത്രങ്ങൾക്കിടയിൽ ഇടം കിട്ടാതെ പോയതാകാം കാരണം. മസ്കത്തിലേക്ക് ചേക്കേറിയ എത്രയോ സ്ത്രീകളുണ്ട്. പല തുറകളിലുള്ളവർ. തങ്ങളുടെ കഴിവിലൂടെ പ്രവാസലോകത്ത് പിടിച്ചു നിൽക്കുന്നവർ മുതൽ സാമൂഹിക പ്രവർത്തനം താൽപര്യപൂർവ്വം ഏറ്റെടുത്തവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. കഴിവുള്ള ഇവരിൽ പലർക്കും വേദികളൊന്നും ലഭിക്കുന്നില്ല, ആവശ്യമായ പരിഗണനയും ലഭിക്കുന്നില്ല. ഇവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കാര്യമായ നീക്കങ്ങൾ കുടുംബത്തും പുറത്തും ചെയ്യേണ്ടതല്ലേ? അതിനോടൊപ്പം ചിലരെങ്കിലും അവരുടെ സ്വന്തം താൽപര്യത്തിൽ അവരുടെ കഴിവുകൾ ജീവത്താക്കി നിർത്താൻ പരിശ്രമിക്കുന്നുമുണ്ട്. മസ്കത്തിലെ പ്രവാസി കൂട്ടായ്മകൾ മനസ്സുവെച്ചാൽ പെൺമലയാളത്തിന്റെ പ്രതിനിധികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കാൻ കഴിയും. കുടുംബത്തിന്റെ പരിചരണത്തോടൊപ്പം തന്നെ സ്വന്തം മേഖലകളിൽ ഏറെ മുന്നോട്ട് പോകാനുള്ള ത്രാണിയുണ്ടെന്ന് തെളിയിച്ചവരാണ് മസ്കത്ത് മലയാളി വനിതകൾ. അവരിൽപ്പെട്ട ചിലരുടെ അനുഭവ ലോകത്തുകൂടെ സഞ്ചരിക്കാനാണ് ഇത്തവണ ടി ടോക്ക് ആഗ്രഹിക്കുന്നത്. പ്രവാസ ലോകത്തെ പെൺമലയാള മുദ്രകൾ. ടി ടോക്ക് ഇത്തവണയും ഒമാനിലാണ്. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. കം ലെറ്റ്സ് ചാറ്റ് ഓൺ ടി ടോക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. ഓക്കെ മാമ. ഇന്ന് ടി ടോക്കിൽ നമ്മോടൊപ്പം ഗിരിജ ബേക്കർ. 4 പതിറ്റാണ്ടായി മസ്കറ്റിലെ കലാരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വം. ഒമാനിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ മലയാള നാടകത്തിലെ നായിക. നിരവധി നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചു. നർത്തകിയും നൃത്ത അധ്യാപികയുമാണ്. വിവിധ ഹ്രസ്വചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒമാൻ TV അടക്കം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലായിരുന്നു ജോലി. കൊടുങ്ങല്ലൂർ SN പുരത്ത് ജനിച്ചു വളർന്ന ഗിരിജ ഇപ്പോൾ ഒമാൻ പൗരത്വമുള്ള മലയാളിയാണ്. സപ്ന അനു ബി ജോർജ്. കോട്ടയം സ്വദേശിനി. ഗൾഫിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയും കോളംനിസ്റ്റുമാണ്. ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലും കോളങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നേരത്തെ UAE-യിലും ഖത്തറിലും ജോലി ചെയ്തിരുന്ന സ്വപ്ന 9 വർഷമായി ഒമാനിലാണ്. ചന്ദ്രിക ജി മേനൻ. എറണാകുളം സ്വദേശിനിയാണ്. 12 വർഷം മുമ്പ് ഒമാനിലെത്തി. രസതന്ത്രം ബിരുദധാരിയായ ചന്ദ്രിക മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം ഗൾഫിലെത്തിയ ശേഷമാണ് വീട്ടിൽ ജ്വല്ലറി നിർമ്മാണം, ചിത്രരചന, കരകൗശല വസ്തുനിർമ്മാണം എന്നിവയിൽ സജീവമായത്. കരവിരുതുകൾ പ്രദർശിപ്പിക്കാൻ ഫേസ്ബുക്കിൽ ആരംഭിച്ച ചന്ദ്രൂസ് ആർട്ട് ഗാലറി എന്ന പേജും സജീവമാണ്. ഷമ ഷംസുദ്ദീൻ. കണ്ണൂർ തലശ്ശേരി സ്വദേശിനി. 30 വർഷമായി ഒമാനിൽ കഴിയുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങിന്റെ വനിതാ വിഭാഗം കോർഡിനേറ്ററായിരുന്നു. 15 വർഷമായി സാമൂഹിക പ്രവർത്തന രംഗത്തുണ്ട്. അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്കും രോഗികൾക്കുമിടയിലാണ് പ്രവർത്തനം. ഗിരിജാമ്മയോട് തന്നെ ആദ്യം ചോദിക്കാം. കാരണം ലേഡീസ് ഫസ്റ്റ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ബട്ട് സീനിയോറിറ്റി വൈസ് 37 വർഷം ഇവിടെ ചെലവഴിച്ച ഒരു വ്യക്തി. ഇതിപ്പോ സ്വന്തം നാടല്ലേ? സ്വന്തം നാടാണ്. ഓക്കെ. ഇത്രയും കാലം മുമ്പേ നമ്മൾ ഇപ്പോഴാണ് സ്ത്രീ ശാക്തീകരണമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ ജോലി ചെയ്തതിനു ശേഷം ബിസിനസ്സിലേക്ക് മാറുകയും സ്വന്തമായിട്ട് ഒരു ലൈഫ് പാർട്ട്ണർ ഒരു ലോക്കലാണ്, ഒമാനിയാണ്. എന്തായിരുന്നു ആ സമയത്തുള്ള യുവർ ലൈഫ്? ലൈഫ് ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഐ ഡു നോ അറബിക് എ ബിറ്റ്. അപ്പം ഞാൻ തന്നെ ഇൻ്റർവ്യൂവിന് പോയി. ഐ ഗോട്ട് ദ ജോബ്. അങ്ങനെ ഒരു 3-4 കൊല്ലം ആ സെയിം ടെക്നിക്കൽ സെക്രട്ടറിയേറ്റ് ജോലി ചെയ്തു ഞാൻ. ഫയർ പ്ലാൻസ് ദർ പ്ലാനിങ് ദോസ് ഡേയ്സ്. Then I got married to my husband Musa Bakar. He was such a encouraging person. എല്ലാത്തിനും എൻ്റെ ഡാൻസ് ആവട്ടെ, മൈ ഡ്രാമാസ് ആൻഡ് ഇൻസിഡൻ്റലി ഞാനാണ് ഫസ്റ്റ് ടൈം ഒരു ഫുൾ ലെങ്ത് ഡാൻസ് പ്രോഗ്രാം ചെയ്തത് ഒമാനിൽ. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ അന്നും ഇതുപോലെ മിനിസ്ട്രിയിൽ നമുക്ക് പെർമിഷനൊക്കെ കിട്ടണമായിരുന്നു. ദാറ്റ് ഓൾസോ ഐ വെന്റ് മൈസെൽഫ്. ഐ ഗോട്ട് എവറിഥിങ് റെഡി. ദാറ്റ് ടൈം ഐ മെറ്റ് മൈ ഹസ്ബൻഡ്. And he said, don't go to meet people like this and all. He was so considerate, protective in fact. But ultimately he proposed. I said because of the അല്ല, ആ സമയത്ത് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ഫാമിലിയിൽ ചോദ്യവും. I myself was very doubtful. എനിക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നില്ല that time. But he was insisting. He went and met my father. He proposed. He refused. Yeah. And I supported my father. I said it's difficult for me. Okay. But he became sick. Okay. It's my personal life I'm telling.
So എൻ്റെ അമ്മ പറഞ്ഞു ആരെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് I want to marry her and he becomes sick, that is his fate. You don't have to marry him. She said promise me. But I said I can't promise. ജീവിതത്തിലെ ഇത്തരം സിറ്റുവേഷൻ ഒക്കെ നാടകത്തിൽ എഴുതാൻ many people approached me for a script of my story. Okay. Sharjah TV na അവർ ചോദിച്ചു ഹിന്ദിയിൽ they wanted to make. They met me also, but I said no. സ്വന്തം ജീവിതം അങ്ങനെ പക്ഷെ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തൊക്കെ എഴുതുന്നുണ്ടാവും. No, I'm planning to. So far I have not done it. Okay. Yeah, I wanted to know what will be the end result, how my life will end after marrying, because my parents predicted no, it will not last. Maybe 6 months, yes, I fancy for you, but it lasted. This is my 35th year of my marriage. Right. Yeah. And he is the same. Still he encourages me. He comes for my dramas. Sometimes I'm very afraid, you know, what he will think, because sometimes we touch. I'm acting a wife's role. That man is hesitant. He is sitting there, and what he will do, but nothing. That's acting. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഒരു വ്യക്തി എന്നുള്ള ആ റെസ്പെക്ട് എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു സംസാരത്തിലൂടെ തന്നെ കിട്ടുന്നുണ്ടാവും. അതിനോടൊപ്പം ഇപ്പോൾ സാമൂഹിക വിഷയത്തിലേക്ക് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് എത്രത്തോളമാണ് സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നത്, അതും എങ്ങനെയാണ് ആ ഒരു എൻട്രി ലഭിച്ചത്? എനിക്ക് എൻട്രി ലഭിച്ചതെന്ന് വെച്ചാൽ ഞാൻ കേരള വിങ്ങിൻ്റെ ഒരു മെമ്പറാണ്. കേരള വിങ് തുടങ്ങിയപ്പം തൊട്ട് അതിൻ്റെ ഒരു മെമ്പറാണ്. PM ജാബിറാണ് അതിൻ്റെ ഫൗണ്ടർ കൺവീനർ. അപ്പോൾ ആള് ഈ സോഷ്യൽ വർക്കിൽ ഒത്തിരി സാറിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഒത്തിരി ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. ഒത്തിരി ആൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആളാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അഞ്ചനാണ് ആള്. അപ്പം ആള് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കാര്യമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ എംബസിയിൽ പൊതുമാപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിങ്ങിലുള്ള കുറച്ച് ലേഡീസ്, എനിക്ക് ലൈസൻസ് ഉണ്ട്. അപ്പം ഞാൻ പോകുന്നെന്ന് പറയുമ്പം എൻ്റെ കൂടെ കുറേ പേര് വരാൻ. ഈ ഇപ്പൊ 30 വർഷമായില്ലേ? 30 വർഷമായി. ഒമാനിലെ 30 വർഷത്തെ ജീവിതത്തിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും വേദികൾ ലഭിക്കുന്നുണ്ടോ? വേദികൾ ലഭിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്താന്ന് വെച്ചാൽ അധികം ഈ ഫാമിലി പ്രോബ്ലംസ് ആണ് വരിക. എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ നല്ലൊരു സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ടിന്റെ ആ ഒരു ആസ്പെക്ടിലേക്ക് ശരിക്കും രണ്ടുപേർക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. 37 വർഷം 30 വർഷം ഇവിടെ ജീവിച്ചു. ചന്ദ്രികാമ്മയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഫാമിലി അതില്ലാതെ ആർക്കും മുന്നോട്ട് വരാൻ പറ്റില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? എനിക്കും അങ്ങനെ തന്നെ. എൻ്റെ ഹസ്ബൻഡായിരുന്നു, 2 മക്കളും അവരുടെ ഫാമിലി എല്ലാ തരത്തിലും സപ്പോർട്ടീവ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കാണുന്നത് ഒമാനിലെ ജീവിതത്തിൽ ശരിക്കും ഒമാൻ മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. കാരണം പ്രായമോ അല്ലെങ്കിൽ ചിന്തയോ ഒന്നും ഒരു രീതിയിലും തളരാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത്, ആർട്ടിലേക്ക് വരാനുള്ള? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മകന്റെ മകളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്ത്. അല്ല, ഇപ്പൊ കലാരംഗത്തേക്ക് വരുന്നത് മക്കളാണോ സപ്പോർട്ട് ചെയ്തത്? ആദ്യം മക്കളാണ് സപ്പോർട്ട് ചെയ്തത്. ഞാൻ ചെയ്ത് കുറച്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു പിന്നെ എന്നെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യും. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും. നാട്ടിൽ പോകുമ്പോൾ ഞാൻ 2 ദിവസം ക്ലാസ്സിൽ പോകും. അങ്ങനെ എല്ലാ കൊല്ലവും പഠിക്കും. ഹസ്ബൻഡിനും ഇഷ്ടമായിരുന്നു. ഒരിക്കലും പ്രായം ഒരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് 6 മാസമേ ഉള്ളൂ. പക്ഷേ എല്ലാ തരത്തിലും ഹെൽപ്പ് ഉണ്ടായിരുന്നു. മക്കൾ തീർച്ചയായിട്ടും ഇപ്പോൾ കലാസാഹിത്യം സാംസ്കാരികം എന്ന് വരുന്നതിൽ സാഹിത്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വപ്നയോട് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറച്ചു കാലം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒമാനിൽ എത്രത്തോളമാണ് വേദികൾ ലഭിക്കുന്നത്, എത്രത്തോളമാണ് സപ്പോർട്ട് പബ്ലിക്കിൽ നിന്ന് ലഭിക്കുന്നത് സ്ത്രീകൾക്ക്? ഒമാനിൽ ഞാൻ 8 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഒരു 17 വർഷം എനിക്ക് ഖത്തറിലേക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലാണ് എനിക്ക് ജോലിക്ക് പോകേണ്ട. ഒരു കരിയറിന് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്ഥലം, അതായത് എനിക്ക് മാത്രമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് എനിക്ക് ജോലിക്ക് ഒരു കരിയർ വൈസ് എനിക്ക് വേണ്ടാന്ന് ഞാൻ സ്വന്തമായിട്ടുള്ള തീരുമാനം. ആ സ്വന്തമായിട്ടുള്ള തീരുമാനം നമ്മളെടുത്ത് നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പിള്ളേരൊക്കെ വലുതായി നമ്മൾ എല്ലാ ദിവസവും അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു സ്റ്റേജിൽ അവർ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ കിട്ടുമ്പോൾ അത് എന്തിനു ഉപയോഗിക്കണം എന്ന് ആലോചിക്കുമ്പോഴത്തേക്കിന് മേ ബി പെയിൻറ്റിങ്ങും ഇതൊക്കെ എല്ലാവരും സാധാരണ ഇത് ചെയ്യുന്ന കാര്യം. ഞാൻ തുടങ്ങിയത് എഴുതാനായിട്ടാണ് തുടങ്ങിയത്. കോട്ടയത്താണ് എൻ്റെ വീട്. അപ്പം കോട്ടയം എന്ന് പറയുന്നത് മനോരമയുടെ ഒരു
ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവിടെയുള്ള ഒരു പരിചയമുള്ള ആളിനോട് ചോദിക്കും, നമുക്കിപ്പം ഖത്തറിലെ എൻ്റെ ന്യൂസുകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ഞങ്ങൾ ഈസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിസ്മസ്, ഓണം, ഇതൊക്കെ ഞങ്ങളൊരു ആഘോഷിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ന്യൂസുകളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഓണം എഡിഷൻസ് നമ്മൾ അപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നാണ് അവർ ഇൻഫർമേഷൻസും പ്രോഗ്രാംസും ഡീറ്റെയിൽസും എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പത്രത്തിലൊക്കെ പതുക്കെ എഴുതാൻ തുടങ്ങിയത്. We'll take a short break on Tea Talk. ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്.